മമ്മൂട്ടിയുടെ പടങ്ങൾ പൊതുവെ അങ്ങനെ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പഠിച്ചിട്ടാണ് ടാറ്റു അടിക്കാത്തത്. 73 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ നിറഞ്ഞാട്ടമാണ്. എല്ലാം ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം നന്നായിട്ട് പോകുന്നു. ഒരു ലാഗ് ഒന്നും തോന്നിയില്ല. വിഷു ബോക്സ് ഓഫീസ് തൂക്കാൻ സാധ്യത തൂക്കന്റെയാണ്, ഒരു 50 കോടിയിലെ കളക്ടേന്റെ മൂവിയാണ്. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മമ്മൂക്കയ്ക്ക് മാത്രം 100 കോടി ക്ലബ് ഇല്ല എന്നൊക്കെ ചില ഫാൻസുകാർ പറയുന്നു. നമുക്ക് ഒരു താരത്തെക്കാളും മോർ നടനാണ്. താരപതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവാം അങ്ങനെ വരുന്നത്. അപ്പൊ ഈ കോടി ക്ലബ്ബുകളെയാണോ അതുപോലെ മമ്മൂക്കയുടെ സഞ്ചാരത്തെയാണോ ഏറ്റവും നല്ല രീതിയിൽ? മമ്മൂക്ക ഏറ്റവും നല്ല റോൾസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. സെലക്റ്റീവ് ആയിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന ഈ പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. പക്ഷെ കോടി ക്ലബ്ബുകൾ മൊത്തം കോടി ക്ലബ്ബിലല്ല കാര്യം, നല്ല അഭിനയത്തിലുള്ള കാര്യം. എന്നെ വെറുതെ കേട്ടത് അങ്ങനെയല്ല പറയണ്ടായി. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ? അഭിനയം സത്യസന്ധയിൽ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എത്ര അടിയിടിയിൽ ഞാൻ ഇവിടെ അനുഭവിച്ചു. ചെറുപ്പം മമ്മൂട്ടി ഫാനാണ്. എനിക്ക് മമ്മൂക്കനെ എന്താ ഇറങ്ങി പോടാന്ന് പറഞ്ഞാലും എനിക്ക് മമ്മൂക്ക പറഞ്ഞാൽ എനിക്ക് സന്തോഷിക്കും. പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബോർഡ് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നായിരുന്നു. ഫോട്ടോസ് പിന്നെ ടാറ്റു. പിന്നെ ഇപ്പോൾ മൂപ്പർക്ക് വയ്യാണ്ട് ഇപ്പോൾ ചെറിയൊരു വിഷമം വന്ന്. എൻ്റെ ഉപ്പാരെ കൂട്ടുകാരനാണ് മമ്മൂക്ക. അവർ നമ്മൾ കൊച്ചി വന്ന പോലെ അവർ ദുബായിലേക്കൊക്കെ ഫ്ലൈറ്റിൽ പോകുന്നത്. ഇപ്പം മമ്മൂക്കയുടെ എല്ലാ ഫിലിമും കാണുന്ന ആളാണ്. പക്ഷെ അതിൽ വ്യത്യസ്ത മമ്മൂക്കയുടെ സ്റ്റൈലും ഇസ് എ വെരി ജനറൽ ടോപ്പ് മാൻ. ഇത് സ്റ്റൈൽ എന്റർടൈൻമെന്റ് മൂപ്പർ ഇല്ലെങ്കിൽ സിനിമയില്ല. ഞാനപ്പോൾ ഈ പരിപാടി ഞാൻ നിർത്തും. പടം കണ്ടായിരുന്നോ? പടം കണ്ടോ? കാണണം, പടം കാണണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ യുവാക്കൾ, പയ്യന്മാർ, നടന്മാർ കണ്ട് പഠിക്കണം. അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വരുന്ന എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി, അത് നിറഞ്ഞാടുകയാണ് ചെയ്തത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു ഡയറക്ടറുടെ ഒരു പ്രവേശനം തന്നെയാണ്. അദ്ദേഹവും തകർക്കും, യാതൊരു മാറ്റവുമില്ല. ഇനിയും ഒരു 10-20 വർഷം അദ്ദേഹം കളം നിറഞ്ഞു നിൽക്കും. ന്യൂ ജനറേഷൻ പിള്ളേർ അദ്ദേഹത്തെ കണ്ടു പഠിക്കുകയാണ്, അദ്ദേഹത്തെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കാര്യം അദ്ദേഹത്തെ പോലെ എങ്ങനെ ആകാം എന്നുള്ള ക്ലാസ് അവർ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ നിറഞ്ഞാട്ടുകയാണ്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വരുന്ന എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഗംഭീരം. ഇതുകൂടെ ചെയ്യാൻ മലയാളത്തിൽ എന്നല്ല ലോകത്തിൽ ഒരാളില്ല. ഒരു 10 ദേശീയ അവാർഡ് വാങ്ങേണ്ട സമയം കഴിഞ്ഞു. മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അവാർഡുകൾ അദ്ദേഹത്തിന് നിഷേധിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കാസ്റ്റ് പ്രശ്നമായിരിക്കാം, മറ്റുള്ള കാര്യം ഒരു ഹെഡ് വെയിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ പറഞ്ഞു, വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നു. കാര്യം ഒഴിഞ്ഞു മാറാൻ ഒരു വഴിയില്ല. അതുകൊണ്ടാണ്. അല്ല, നമ്മൾ ഈ കമ്മ്യൂണലായിട്ട് കാസ്റ്റ് എന്നുള്ളൊരു വിഷയം എവിടെയെങ്കിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കേന്ദ്രത്തിലെ കാര്യം പറഞ്ഞത്. കാര്യം അവിടെ ഇത് ഉണ്ടാവണം. കാര്യം അതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ ഒരുപാട് കഴിയപ്പെടുകയാണ്. വടക്കൻ വീരഗാഥ തനിയാവർത്തനം സംസ്ഥാന അവാർഡ് കിട്ടി. വടക്കൻ വീരഗാഥയ്ക്ക് അതെ വടക്കൻ വീരഗാഥയ്ക്ക് കിട്ടി. പിന്നെ പൊന്തമ്മാടയും വിധേയനും അഭിനയിച്ച ആ സമയത്ത് 2ാമത്തത് കിട്ടി. പിന്നെ 3ാമത്തത് കിട്ടുന്നത് ഏതിനാ? 3ാമതൊരു ദേശീയ അവാർഡ് ഇപ്പോൾ ലാസ്റ്റ് 3 ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ തനി രൂപത്തിൽ പ്രേക്ഷകരുടെ മുമ്പിൽ വന്ന, അതും വേറെ ഇന്ത്യ മഹാരാജ്യത്ത് അന്യഭാഷയാണ്, അന്യഭാഷയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടനവധി നടന്മാരുണ്ടായിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് ശരിക്കും മമ്മൂക്കയിലെ നമ്മുടെ അഭിമാനമായ മമ്മൂട്ടിക്കെതിരെയാണ്. അവിടെ ഒരു ജാതി ചിന്തയൊന്നുമില്ല. കലാ സാഹിത്യാദി രംഗങ്ങളിൽ ജാതി ചിന്തകൾക്ക് അതീതമായി ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഈ എന്തോ ഉണ്ട് കാര്യം. അല്ലെങ്കിൽ ദേശീയ അവാർഡുകൾ വേറെ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. കാര്യം അത്രത്തോളം അഭിനയങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയാണ്. ഒരു മനുഷ്യനായിട്ട് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രവുമായിട്ട് മാറുകയാണ്, അല്ലാതെ മമ്മൂട്ടിയായിട്ടല്ലല്ലോ അതിൽ വരുന്നത്. പുതിയ കുട്ടി വന്നാലും തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളോടല്ലേ? അത് സംശയമില്ല. വലിയ ഫാനാണ്. ഇത്ര മൂലം വടക്കം വിധ ഞാനുണ്ട്. അത് ഞങ്ങൾ അവിടെ ഗുരുവായൂർ ആനക്കോട്ട. പക്ഷെ അപ്പോഴും ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വന്നു. മമ്മൂട്ടിക്ക് ഓപ്പോസിറ്റ് അഭിനയിക്കാൻ മലയാളത്തിൽ നടന്മാരില്ല.